നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നുള്ളത്, അത് നടപ്പിലാക്കുന്നുള്ളത്. എനിക്ക് തോന്നുന്നു സഞ്ചരിക്കുന്ന കോടതിയാണ്. ഒരു പരിപാടി തീർന്നതിന് മുമ്പ് തന്നെ ഒരു ഡ്രൈവറെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് പെർമിറ്റ് ക്യാൻസൽ ചെയ്തു. ഈ ഒരു തെറ്റിന് ആ ഡ്രൈവറിന് കൊടുത്ത ശിക്ഷ അതാണ്. ഹെയറോണ് കണ്ടിന്യൂ ആയിട്ട് അടിച്ചു നിന്ന പേരിൽ. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക്. KSRTC ബസ് ഓവർടേക്ക് ചെയ്ത് ആംബുലൻസിൻ്റെ മുന്നിലാണുള്ളത്. എന്ത് ശിക്ഷയാണ് ഗതാഗത മന്ത്രി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്? ഇനി കാരണവർക്ക് അടുപ്പിലാവാം എന്ന് പറഞ്ഞ പോലെ KSRTC ബസ്സായതുകൊണ്ട് PN ഇടാൻ പറ്റൂല, ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ പറ്റൂല, പെർമിറ്റും ക്യാൻസൽ ചെയ്യാൻ പറ്റൂല, അങ്ങനത്തെ നിയമമുണ്ടോ? ഹെയറോണ് അന്നേ ഞാൻ പറഞ്ഞതാ ബ്ലോക്ക് ആയതെന്ന്. ഈ ഡ്രൈവർ പറയുന്നത് കേട്ടു നോക്ക്. കയറി പോകുന്ന വഴിക്ക് ഒരു കാറ് വട്ടം തിരിച്ചപ്പോ ഞാൻ ഓണടിച്ചു. ഇപ്പൊ ഓൺ സ്റ്റക്കായിപ്പോയി. അതിന്റെ അകത്ത് കയറിയിട്ട് KSRTC ഡിപ്പോയിൽ നിന്ന് ഒരു ഇലക്ട്രീഷ്യൻ വന്ന് ആ വയറ് വലിച്ചു പിടിച്ചു. ഇങ്ങനെ വർഷങ്ങളായിട്ട് ഞാൻ വണ്ടി ഓടിച്ചാണ് ജീവിക്കുന്നത്. ഈ ഒരു വരുമാനം മാത്രമേ എനിക്കുള്ളൂ. ഇത് മന്ത്രിയുടെ കാല് പിടിക്കാന്ന് ഓർത്തുകൊണ്ട് മന്ത്രി എടുത്ത് ചെന്നപ്പോഴേക്കും അവിടെ അടുപ്പിച്ചില്ല. ഒരു ഫൈനിട്ട് താക്കീത് കൊടുക്കേണ്ടടുത്താണ് ഗതാഗത മന്ത്രി ലൈസൻസ് റദ്ദ് ചെയ്തത്. ഈ ഒരു മനുഷ്യനെ കള്ളുടിച്ചിട്ടാണോ വണ്ടി ഓട്ടിയത്? അതല്ല ലഹരി പദാർത്ഥം ഉപയോഗിച്ചു? അതല്ല അപകടമാകുന്ന രീതിയിൽ ഓവർ സ്പീഡ് പോയിട്ട് ആരെങ്കിലും ഇടിക്കുകയോ കൊല്ലുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു അപകടം വരുത്തിയിട്ടുണ്ടോ? പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗതാഗത മന്ത്രി ഒരു ലൈസൻസ് സസ്പെൻഡ് ചെയ്തത്? ഒരു ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമ്പോൾ പലവട്ടം ആലോചിക്കണം. ഒരാളെ വണ്ടി ഓടിക്കാനുള്ള ലൈസൻസിനെയാണ് നിങ്ങൾ ക്യാൻസൽ ചെയ്യുന്നുള്ളത്. പിന്നെ അയാൾ അതിന് അർഹനല്ല. എന്തുകൊണ്ട്? അതും കൂടി വ്യക്തമാക്കണം ഗതാഗത മന്ത്രി. മനസ്സിലായില്ലേ? എല്ലാ ഡ്രൈവർമാർക്കും ഉള്ള വരുമാനം എന്താണ്? അവർ ഇനി കാറാണെങ്കിലും റിക്ഷ ആണെങ്കിലും ബസ്സാണെങ്കിലും ലോറി ആണെങ്കിലും ഏതാണെങ്കിലും JCB ആണെങ്കിലും ഈ ഒരു വാഹനം ഓടിച്ചിട്ടാണ് ജീവിക്കുന്നുള്ളത്. അതിനെയാണ് നിങ്ങളിപ്പോൾ ക്യാൻസൽ ചെയ്തത്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അധികാരസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ പലവട്ടം ആലോചിക്കണം. ഈ ന്യായവിധിയ തീരുമാനം എടുത്തത് മറ്റുള്ളവർക്ക് എത്രമാത്രം പ്രയാസം ഉണ്ടാക്കുമെന്ന്. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അധികാരം കയ്യിലുണ്ടെങ്കിൽ എനിക്ക് എന്തും ചെയ്യാമെന്ന ധാരണ പാടില്ല. എല്ലാവരോടും എല്ലാ അധികാരികളോടും നിങ്ങൾ എന്ത് തീരുമാനിക്കുമ്പോഴേക്കും പലവട്ടം ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. സാധാരണക്കാർക്ക് എങ്ങനെ ഇത് ബാധിക്കുമെന്ന്. ഇനി ഈ ഒരു ഡ്രൈവറിന് 6 മാസം 1 കൊല്ലം എത്ര വർഷത്തേക്ക് നിങ്ങൾ സസ്പെൻഡ് ചെയ്ത് അതുവരെ ഈ ഒരു പാവം എങ്ങനെ ജീവിക്കും? ഇയാൾ കള്ളുടിച്ചിട്ടാണ് വണ്ടി ഓട്ടിയതെങ്കിൽ ഓക്കെ, നിങ്ങൾ ക്യാൻസൽ ചെയ്തതിൻ്റെ ഒരു ന്യായമുണ്ട്. ഇവിടെ എന്ത് ന്യായമാണുള്ളത്? ഏതായാലും KSRTC ബസ്സിന് എന്ത് ഫീയാണ് കൊടുക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ.